വൻദോഷം ഒന്ന് ചെയ്തു, അല്ലെങ്കിൽ ചെറുദോഷത്തിൽ ഒരാൾ നിത്യമായാൽ അവൻ ഫാസിഖാണ്, തെമ്മാടിയാണ്. അതിന്റെ താഴെ ചെറുദോഷം, ഒറ്റപ്പെട്ടതൊക്കെ സംഭവിച്ചു എങ്കിൽ അവൻ മാഴ്സിയത്താണ്, തെറ്റാണ്. തൗബ ചെയ്താൽ അല്ലാഹു തആല അവന് പുറത്തു കൊടുത്തു. തൗബ ചെയ്തില്ലെങ്കിലും അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തു എന്ന് വരാം. യഗ്ഫിറു ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. അതേസമയം വിശ്വാസപരമായ കാര്യം അങ്ങനെയല്ല. വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചാൽ ഒരുപക്ഷെ അവൻ മുബത്തദിയാകും. ഒന്നുകൂടി ഗൗരവമായ പിഴവാണെങ്കിൽ അവൻ കുഫ്രിയത്തിലേക്ക് എത്തും, കാഫിറാകും. ഇത് പരിഹാരമില്ലാത്ത കേസാണ്. ഈമാൻ നഷ്ടപ്പെട്ട് കാഫിറായാൽ അവൻ ശാശ്വതമായ നരകത്തിലാണ്. അതിന് തൗബ കൊണ്ടൊന്നും പരിഹാരമില്ല. ഒരുപക്ഷെ ദുനിയാവിൽ ജീവിതകാലത്ത് അവൻ നിസ്കരിച്ചിട്ടുണ്ടാകും, നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടാകും, സക്കാത്ത് കൊടുത്തിട്ടുണ്ടാകും, ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അവന്റെ ഖൽബിൽ ഈമാനില്ലായിരുന്നുവെങ്കിൽ അവൻ കാഫിറാണ്. പേര് മുസ്ലിമിൻ്റെതായിരിക്കും. മരിച്ചപ്പോൾ മയ്യിത്ത് നിസ്കാരം നടന്നിട്ടുണ്ടാകും, കഫൻ ചെയ്തിട്ടുണ്ടാവാം, നിസ്കരിച്ചിട്ടുണ്ടാവാം, ദഫൻ ചെയ്തിട്ടുണ്ടാകാം, എല്ലാവരും അവന് വേണ്ടി ഖുർആനോട് ദുആ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഖൽബിൽ ഈമാനില്ലായിരുന്നുവെങ്കിൽ അവൻ കാഫിറാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. സൂറത്തു തൗബയുടെ തുടക്കത്തിൽ തന്നെ 3 വിഭാഗങ്ങളെയാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമത്തത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചാണ്, മുത്തഖീങ്ങളെ സംബന്ധിച്ചാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് തുടങ്ങി ആദ്യത്തെ 5 ആയത്തുകൾ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അടുത്തതായി അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് കാഫിരീങ്ങളെ സംബന്ധിച്ചാണ്. മുഅ്മിനീങ്ങൾ ആരാണ്, കാഫിരീങ്ങൾ ആരാണ് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. പക്ഷെ മൂന്നാമതൊരു വിഭാഗത്തെ സംബന്ധിച്ച് ശേഷം പറയുന്നു, വമിനൻ നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മയ്യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ട് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്, അന്ത്യനാൾ കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അന്ത്യനാളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ അവരെ സംബന്ധിച്ച് പറയുന്നു, വമാഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല. നാവ് കൊണ്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾ വിശ്വാസികളാണെന്ന്. അവർ മുസ്ലിമീങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട്, മുസ്ലിമീങ്ങളോടൊപ്പം പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഈമാനില്ല. അവർ മുഅ്മിനീങ്ങളല്ല, അവർ മുനാഫിഖീങ്ങളാണ്. ഇപ്പൊ മുനാഫിഖീങ്ങൾ എന്ന് പറയുമ്പോൾ അത് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു വിഭാഗം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെപ്പോഴും ഉണ്ടാകാം, എപ്പോഴും ഈ കാറ്റഗറി എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. അനുഷ്ഠാന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കി എന്നതുകൊണ്ട് മാത്രം സമാധാനിക്കാനായിട്ടില്ല. വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് ദീനീ ദഅവത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോൾ അവിടുന്ന് ആദ്യം നൽകുന്ന വസിയത്ത്, ഫല്യകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈഹി അൻ യുവഹിദുല്ലാഹ തആല, ആദ്യമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാഹുവിന്റെ തൗഹീദിനെ സംബന്ധിച്ചാണ്. ആദ്യം യമനിൽ ചെന്ന് ആദ്യം ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് അല്ലാഹുവിന്റെ തൗഹീദിനെ സംബന്ധിച്ചാണ്, അല്ലാഹുവിനെ സംബന്ധിച്ചാണ്, വിശ്വാസ കാര്യങ്ങളാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഇദാ അറഫൂ ദാലിക ഫഅഖ്ബിർഹും അന്നല്ലാഹ ഫറദ അലൈഹിം ഖംസ സ്വലവാത്ത്. ഇതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ, വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ മാത്രം രണ്ടാമതായി അവർക്ക് നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അതിന്റെ തർത്തീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്.
ഇനിയും നമ്മൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ ആദ്യത്തെ കാലം മുഴുവനും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് തൗഹീദായിരുന്നു, വിശ്വാസ കാര്യമായിരുന്നു. ഇത് വിശ്വാസ കാര്യത്തിന്റെ പ്രാധാന്യമല്ലേ നമ്മെ വിളിച്ചറിയിക്കുന്നത്. നിസ്കാരം പോലും നിർബന്ധമാകുന്നത് നുബുവത്തിന്റെ 10 വർഷം കഴിഞ്ഞ് മുത്തുനബിയുടെ 50-ാമത്തെ വയസ്സിലാണ്. റമദാൻ നോമ്പ് നിർബന്ധമാകുന്നത് അതും കഴിഞ്ഞ് പിന്നെയും ഹിജറയുടെ 2-ാം വർഷമാണ്. ഹിജറയുടെ 2-ാം വർഷം എന്ന് പറയുമ്പോൾ 53-ാമത്തെ വയസ്സിൽ ഹിജറ പോയി 55-ാമത്തെ വയസ്സിലാണ് നിസ്കാരം, 55-ാമത്തെ വയസ്സിലാണ് നോമ്പ് നിർബന്ധമാകുന്നത്, സകാത്ത് നിർബന്ധമാകുന്നത്. അതും കഴിഞ്ഞ് പിന്നെയാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്. അപ്പൊ നമ്മൾ നോക്കണം, അത്രയും കാലം നുബുവത്തിന്റെ ആദ്യത്തെ 10 വർഷം ഏകദേശം പൂർണ്ണമായും വിശ്വാസ കാര്യങ്ങളിൽ ജനങ്ങളിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം ഉപയോഗപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കാണ് ദീനിനെ സംവിധാനിച്ചത്. അപ്പൊ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്, വിശ്വാസ കാര്യം അത് ചില്ലറ കാര്യമല്ല. വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. കർമ്മപരമായ കാര്യങ്ങളിൽ നമുക്കുള്ള ഉത്തരവാദിത്വം, കർമ്മപരമായ കാര്യങ്ങൾ അതായത് ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കർമ്മപരമായ കാര്യങ്ങൾ നമുക്കറിയാം, അത് 5-ാലൊരു നിയമമാണ്. ഒന്നുകിൽ അല്ലാഹു തആല നിർബന്ധമായും ചെയ്യണം എന്ന് നമ്മോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്യണം പക്ഷെ കർശനം അല്ല, അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ സുന്നത്ത് എന്ന് പേരിട്ട് വിളിക്കും. ഇനി വേറെ ചില കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യരുത് എന്ന് വിരോധിച്ച കാര്യങ്ങൾ കർശനമായും ചെയ്യരുത് എന്നാണെങ്കിൽ അതിനെ നമ്മൾ ഹറാം എന്ന് പറയും. കർശനം ഇല്ല എങ്കിൽ നമ്മൾ കറാഹത്ത് എന്ന് പറയും. ഇനി ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ മുബാഹ് എന്ന് പറയും. ഇങ്ങനെയാണല്ലോ 5 അഹ്കാമുകൾ നമ്മുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ നിയമങ്ങൾ. ഈ 5-ാലൊന്നാണ്. ഒന്നുകിൽ ഫർദാണ്, അല്ലെങ്കിൽ സുന്നത്താണ്, അല്ലെങ്കിൽ ഹറാമാണ്, അല്ലെങ്കിൽ കറാഹത്താണ്, 4 അല്ലെങ്കിൽ മുബാഹാണ്. ഈ 5-ാലൊരു കാര്യങ്ങൾ, ഇതിലേതും നാം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ആ ചെയ്യുന്ന കാര്യം, ഫർദായ ഒരു കാര്യം നാം അനുഷ്ഠിക്കുമ്പോൾ ഇത് അല്ലാഹു തആല ഫർദാക്കിയത് കൊണ്ട് ഞാൻ ചെയ്യുന്നു, ഈ കരുത്താണ് നമുക്ക് വേണ്ടത്. ഒരു കാര്യം അല്ലാഹു തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നമ്മൾ വിട്ടുനിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത്, ഇത് അല്ലാഹു തആല നിഷിദ്ധമാക്കിയത് കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഒരു കാര്യം അല്ലാഹു തആല മുബാഹാക്കിയതാണ്, അനുവദനീയമാക്കിയതാണ്, വിരോധനയുമില്ല, ചെയ്യണമെന്ന് നിർദ്ദേശവുമില്ല, അല്ലാഹു തആല അനുവദനീയമാക്കിയത് കൊണ്ട് ഞാനത് ചെയ്യുന്നു. ഒരു കാര്യം സുന്നത്താണ് എങ്കിൽ അല്ലാഹു തആല പ്രോത്സാഹിപ്പിച്ച കാര്യമാണല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, ഈ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വിട്ടുനിൽക്കേണ്ടതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെങ്കിൽ അതൊക്കെയും നമുക്ക് ഇബാദത്താകുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമ്മപരമായ എല്ലാ കാര്യങ്ങളും അവർക്ക് ഇബാദത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. നിസ്കാരം, നോമ്പും, ഹജ്ജും, സകാത്തും മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും, നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളും, നമ്മൾ ഉറങ്ങുന്ന ഉറക്കവും എല്ലാം അല്ലാഹുവിന്റെ ഇബാദത്താക്കി മാറ്റാൻ കഴിയും. അതാണ് നാം നിസ്കാരത്തിൽ എപ്പോഴും പറയുന്നത്, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരവും എൻ്റെ എല്ലാ കർമ്മങ്ങളും എൻ്റെ ജീവിതവും മരണവും സമ്പൂർണ്ണമായി അല്ലാഹുവിനാകുന്നു. എങ്ങനെ അല്ലാഹുവിനാവുക? ഈ കരുത്താണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഫർദായ കാര്യം ചെയ്യുമ്പോൾ അല്ലാഹു തആല ഫർദാക്കിയത് കൊണ്ട് ചെയ്യുന്നു. നിഷിദ്ധമായതിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അതെനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് വിട്ടുനിൽക്കുന്നു എന്നല്ല, അല്ലെങ്കിൽ ജനങ്ങൾ ആരെങ്കിലും കണ്ടാൽ എന്നെ മോശമാക്കി കളയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുനിൽക്കുകയല്ല, മറിച്ച് അല്ലാഹു തആല വിരോധിച്ചത് കൊണ്ട്, അല്ലാഹു തആല ഇന്ന കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ വിട്ടുനിൽക്കുന്നു. ഈ നിയത്തോടുകൂടെ നമ്മൾ
ഏത് കാര്യത്തെയും സമീപിക്കുമ്പോൾ അതൊക്കെയും നമുക്ക് പ്രതിഫലാർഹമായി മാറും. അല്ലാഹു ആ നിലക്ക് നമ്മുടെ കർമ്മകാര്യങ്ങളെല്ലാം സംവിധാനിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി വിശ്വാസപരമായ കാര്യങ്ങൾ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വളരെ ഗൗരവമായ വിഷയം. എന്താണ് വിശ്വാസം? എന്താണ് ഈമാൻ? ഈമാൻ എന്നാൽ പ്രധാനമായും അത് 3 ഭാഗങ്ങളാണ്. ഒന്ന് ഇലാഹിയാത്ത്, ഇലാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. രണ്ടാമത്തത് റിസാലാത്ത്, മുർസലീങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മൂന്നാമത്തത് ഇത് രണ്ടും അല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന, വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അറിയിച്ചു തന്ന അനിഷേധ്യമായി അറിയപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ. ഇതെല്ലാം വിശ്വസിക്കേണ്ടുന്നതുപോലെ വിശ്വസിക്കണം. അപ്പോഴേ ഈമാനാവുകയുള്ളൂ. അത്തസ്ദീഖു ബിമാ ജാഅ ബിഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ ഉലിമ മിനദ്ദീനി ബിദ്ദറൂറ. അനിഷേധ്യമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്, അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് അറിയപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുക. മനസ്സിൽ അത് തസ്ദീഖ് ചെയ്യുക, ഉറപ്പിക്കുക. അതിലേറ്റവും പ്രധാനമായത് അല്ലാഹുവുമായി ബന്ധപ്പെട്ട വിശ്വാസം. അവ്വലു വാജിബിൻ അലൽ ഇൻസാനി മഅരിഫത്തുൽ ഇലാഹി ബിൽ ഈഖാനി എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നതാണ്. ഒരു മുകല്ലഫായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം നിർബന്ധമാകുന്നത് അല്ലാഹുവിന്റെ മഅരിഫത്താണ്. ആദ്യം നിർബന്ധം നിസ്കരിക്കണമെന്ന് കൂടിയല്ല പറഞ്ഞത്. നിസ്കരിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? അല്ലാഹുവിനെ അറിയണം. അല്ലാഹുവിനെ അറിയണം. അതാണ് ഒരു മുകല്ലഫായ മനുഷ്യന് ആദ്യം നിർബന്ധമാകുന്നത്. അല്ലാഹുവിനെ അറിയാൻ എങ്ങനെ? അല്ലാഹുവിനെ അറിയാൻ എന്ത് വേണം? അല്ലേ, നമ്മുടെ നാട്ടിൽ കാണാം, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല, ഇലാഹില്ല, അങ്ങനെ ഒരു സൃഷ്ടാവില്ല എന്ന് നിഷേധിക്കുന്നവരെ നമുക്ക് കാണാം. എങ്കിൽ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്നുള്ളത് ബുദ്ധിപരമായി തന്നെ നമുക്ക് ബോധ്യപ്പെടാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം. അതിനെന്ത് വേണം? അതിന് നീ നിന്റെ നഫ്സിലേക്ക് തന്നെ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്ന് നിനക്ക് ബോധ്യപ്പെടാൻ നീ കുറെ എന്തോന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നീ നിന്റെ നഫ്സിലേക്ക് തന്നെ നീ ചിന്തിച്ചു നോക്കുന്നു. മനുഷ്യൻ അവന്റെ സ്വന്തം നഫ്സിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തിന് തനിക്കൊരു സൃഷ്ടാവുണ്ട് എന്ന് ബോധ്യപ്പെടാൻ കഴിയും. അല്ലേ? നമ്മൾ സാധാരണ നമ്മളെല്ലാം നമ്മുടെ തീരുമാനപ്രകാരമെല്ലാം നമ്മളാണ് നിയന്ത്രിക്കുന്നത്, ഞാനാണ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറയും. പക്ഷേ സ്വന്തം നഫ്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് പരിധിയുള്ള മേഖല എത്രയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിൽ തന്നെ എന്ത് അധികാരമാണ് ഉണ്ടായിരുന്നത്? ഞാൻ ജനിക്കണോ വേണ്ടയോ? ഇതെന്റെ തീരുമാനമല്ലല്ലോ. എപ്പോ ജനിക്കണം എന്റെ തീരുമാനമല്ല. ഞാൻ എവിടെ ജനിക്കണം എന്റെ തീരുമാനമല്ല. ആണായി പിറക്കണോ അല്ല പെണ്ണായി മാറണോ എന്റെ തീരുമാനമല്ല. എന്റെ നിറമെന്താവണം എന്റെ തീരുമാനമല്ല. എന്റെ കണ്ണിന് കാഴ്ച വേണോ വേണ്ടയോ തീരുമാനിക്കാൻ എനിക്ക് അധികാരമില്ല. എന്റെ ചെവിക്ക് കേൾവി വേണോ വേണ്ടയോ തീരുമാനിക്കാൻ എനിക്ക് അധികാരമില്ല. എന്റെ ശരീരത്തിന് ആരോഗ്യം വേണോ വേണ്ടയോ തീരുമാനിക്കാൻ എനിക്ക് അധികാരമില്ല. അപ്പൊ ഇതൊക്കെ ആരാ തീരുമാനിച്ചത്? ഏത് ഉമ്മക്ക് ജനിക്കണം, എവിടെ ജനിക്കണം, എപ്പോൾ ജനിക്കണം, ഏത് നിറത്തിലാവണം, എത്ര ആരോഗ്യം വേണം, ഇതൊക്കെ തീരുമാനിച്ചതാരാ? അങ്ങനെ ജനിച്ചു കഴിഞ്ഞാലും പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? ഇതൊന്ന് ആലോചിച്ചു നോക്കിയാൽ പോരെ. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നടക്കുന്ന ഓരോ പ്രോസസ്സുകളും ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വായിലേക്ക് നാം ഇടുന്നത് നാം അറിയുന്നുണ്ട്, അതിന്റെ രുചി നാം അറിയുന്നുണ്ട്. പക്ഷേ വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞ ഭക്ഷണം അതെന്തായി മാറുന്നു? അതിനുള്ളിൽ നടക്കുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? നമുക്കതിൽ ഒരു ഇടപെടലുമില്ല, അതിൽ നമുക്കൊരു അധികാരവുമില്ല.
എല്ലാം നടക്കേണ്ടതുപോലെ കോടാനുകോടി മനുഷ്യരുടെ ഹൃദയങ്ങൾ, മനുഷ്യരുടെ അന്തരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിൻ്റെ സത്ത അത് വേർതിരിച്ച് നമ്മുടെ രക്തത്തിലേക്കും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അതിനെ പാസ് ചെയ്യുന്നു. അതേ സമയത്ത് അതിൻ്റെ മാലിന്യങ്ങളെ വിസർജനങ്ങളിലൂടെ പുറന്തള്ളുന്നു. ആരാണ് ഇതിൽ ഇടപെടുന്നത്? നമുക്ക് എന്തിടപാടുകളാണ് ഇതിലുള്ളത്? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 5 ലിറ്റർ രക്തമുണ്ട്. ഈ 5 ലിറ്റർ ദിവസവും നമ്മുടെ കിഡ്നി അതിന് ലക്ഷക്കണക്കിന് ലിറ്റർ ദിവസവും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ചു, നമ്മളൊന്നും അറിയില്ല. നമ്മുടെ കിഡ്നി ലക്ഷക്കണക്കിന് ലിറ്റർ ഓരോ ദിവസവും രക്തം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. ആ നിയമത്തെ നമുക്കറിയണമെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ കാണുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, നമുക്കൊരു രൂപ ചെലവില്ലാതെ നമ്മുടെ രക്തം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആരാ നിയന്ത്രിക്കുന്നത്? ആരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊന്ന് ആലോചിക്കുമ്പോൾ പോലെ നമുക്ക് മനസ്സിലാക്കാൻ, ഇതൊക്കെയും പടച്ചു പരിപാലിക്കുന്ന, നിയന്ത്രിക്കുന്ന യജമാനായ ഒരു സൃഷ്ടാവുണ്ട്. ഇനി വേണമെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് നമ്മളൊന്ന് നോക്കൂ. ഭൂമിയെ സംബന്ധിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. സൂര്യനെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കൂ. നക്ഷത്രങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കൂ. ഇതൊക്കെ കേവലം യാദൃശ്ചികമായി രൂപപ്പെട്ടതാണോ? അല്ലെ? നമ്മുടെ മുന്നിലുള്ള ഈ ഒരു പോഡിയം വരെയും യാദൃശ്ചികമായി ഇവിടെ മുന്നിൽ എത്തിപ്പെടുന്നത് ഒരിക്കലും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇതിവിടെ ഇങ്ങനെ യാദൃശ്ചികമായി വന്നു നിന്നതാ, ആരും കൊണ്ടുവച്ചതല്ല, ഇത് ആരും നിർമ്മിച്ചതല്ല എന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ബുദ്ധിയുള്ളവരാരും വിശ്വസിക്കുന്നില്ല. സൃഷ്ടാവില്ല എന്ന് പറയുന്ന ശരിയായൊരു നിരീശ്വരവാദിയോടും പോയിക്കൊണ്ട് ഇതിവിടെ സ്വന്തം വന്ന് നിന്നതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂല. പിന്നെ എങ്ങനെയാണ് ഈ പ്രപഞ്ചം, ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് എങ്ങനെയാ പറയാൻ കഴിയുക? നമ്മളൊന്ന് ആലോചിച്ചു. എത്രമാത്രം വെൽ ഡിസൈൻഡ് ആണ് നമ്മുടെ പ്രപഞ്ചം, അല്ലേ? പ്രപഞ്ചത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഖുർആൻ പഠിപ്പിക്കുന്നു, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാപ്പകലുകളുടെ മാറി മാറി വരലുകളിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. വളരെ അത്ഭുതമല്ലതൊക്കെ, അല്ലേ? എവിടെയും ഒരു ദിവസവും സൂര്യൻ ഉദിക്കാനോ അസ്തമിക്കുവാനോ അതിന് നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും നേരത്തെയാവുകയോ വൈകുകയോ ചെയ്യുന്നില്ല. ആരാണ് ഇത് നിയന്ത്രിക്കുന്നത്? ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം നാം ഒന്ന് പരിശോധിച്ചു നോക്കുക. ഭൂമിയിൽ സൂര്യന്റെ പ്രകാശം നേരിട്ട് പതിക്കാത്ത 2 ഭാഗങ്ങൾ, 2 ധ്രുവങ്ങൾ. നമ്മുടെ വടക്ക് ഭാഗവും തെക്ക് ഭാഗവും, വടക്ക് ധ്രുവവും തെക്ക് ധ്രുവവും. ഈ 2 ധ്രുവങ്ങളുടെ അവസ്ഥ എന്താണ്? മാപ്പ് പരിശോധിച്ചാൽ നമുക്കറിയാം, ഈ 2 ഭാഗത്തും ജനങ്ങൾ താമസിക്കുന്നേയില്ല. ഐസ് കട്ടയാ. നമുക്ക് മാപ്പ് പരിശോധിച്ച് ഗൂഗിൾ മാപ്പ് ഒന്ന് എടുത്ത് നോക്കിയാൽ കാണാം, അവിടെ എപ്പോഴും ഐസ് കട്ടയാണ്. എന്തുകൊണ്ടാണ്? അവിടെ വേണ്ടതുപോലെ സൂര്യപ്രകാശം തട്ടുന്നില്ല. സൂര്യന്റെ അകലം ആ 2 ധ്രുവങ്ങളുമായി ആവശ്യമായ അകലത്തെക്കാൾ ഏറെയായി പോയി. അതുകൊണ്ട് അവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ സാധ്യമല്ല. അവിടെ ഐസ് കട്ടയാണ്. എന്നാൽ നേരിട്ട് സൂര്യന്റെ സഞ്ചാരം പതിക്കുന്ന ഭൂമധ്യരേഖയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങൾ, അവിടെയോ? അവിടെ നമ്മൾ ഇപ്പം അനുഭവിക്കുന്ന ചൂട് കാണുന്നില്ല. നേരെ നമ്മുടെ തലക്ക് മീതിലൂടെ അല്ലെങ്കിൽ അതിന്റെ പരിസരത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ശക്തമായ ചൂടാണ്. 40 ഡിഗ്രിയൊക്കെ നമുക്ക് ഏകദേശം സഹിക്കാൻ പറ്റും. അതിന്റെ മേലേക്ക് പോകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, സൂര്യൻ ഒരൽപ്പം കൂടി ഭൂമിയോട് അടുത്തായിരുന്നുവെങ്കിൽ
ഭൂമിയിൽ ആർക്കും തന്നെ താമസിക്കാൻ കഴിയില്ലായിരുന്നു. നോക്ക്, 365 ദിവസവും സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് ഒരല്പം കൂടെ താഴെയാണ്. ഭൂമിയോട് അടുത്തായിരുന്നുവെങ്കിൽ എപ്പോഴും ഒരു 50 ഡിഗ്രി ആണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ചൂടുകൊണ്ട് ഇവിടെ സസ്യങ്ങൾ ഉണ്ടാവും, ഇവിടെ ജീവികൾക്ക് ജീവിക്കാൻ പറ്റുമോ? എന്നാൽ സൂര്യൻ ഒരല്പം കൂടി 2 ധ്രുവങ്ങളുമായുള്ള അകലം പോലെ സൂര്യൻ ഒരല്പം കൂടി മുകളിലായിരുന്നുവെങ്കിലോ തണുത്തുറച്ചുകൊണ്ടും ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുമാവട്ടെ ഈ പ്രപഞ്ചത്തിൽ ഭൂമിയെയും സൂര്യനെയും നിശ്ചിതമായ അകലത്തിൽ സംവിധാനിച്ചവൻ ആരാണ്? ജനങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കുമെല്ലാം ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചത് ആരാണ്? ഇത് ആലോചിച്ചാൽ മനസ്സിലാവൂലേ, ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് വേണം. ആ സൃഷ്ടാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ നിലക്ക് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് വേണം എന്നുള്ളത് ബുദ്ധിപരമായി തന്നെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കാൻ നമുക്ക് നിർബന്ധമാണ്. നമുക്കൊരു സൃഷ്ടാവുണ്ട്, ഈ പ്രപഞ്ചത്തെ പടച്ചവൻ, ഈ പ്രപഞ്ചത്തിന്റെ റബ്ബുൽ ആലമീൻ അത് അല്ലാഹുവാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ട് വിശ്വസിക്കുന്നതിനപ്പുറത്ത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നവർ ചിന്തിച്ചു തന്നെ മനസ്സിലാക്കണം. കാരണം മഹാന്മാര് പഠിപ്പിക്കുന്നു, വിശ്വാസകാര്യങ്ങളിൽ അല്ലാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേവലം തഖ്ലീദ് മാത്രം, ആരോ പറഞ്ഞു അത് കേട്ടങ്ങ് വിശ്വസിച്ചു, ആരോ പറഞ്ഞു അല്ലാഹുവുണ്ട് അവനാണ് നമ്മളെ പടച്ചത് അങ്ങനെ വിശ്വസിച്ചു, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്ന് ആരോ പറഞ്ഞു അത് നമ്മൾ കേട്ടു, അതങ്ങനെ തന്നെ മനസ്സിൽ കൊടുത്ത് വിശ്വസിച്ചു. അത് ഉറച്ച വിശ്വാസമാണെങ്കിൽ അവന്റെ വിശ്വാസം അത് ശരി തന്നെയാണ്. പക്ഷേ അതിൽ മാത്രം പരിമിതപ്പെടുത്തിയാൽ ഒരു പക്ഷെ ആരെങ്കിലും സംശയിപ്പിച്ചാൽ സംശയങ്ങളിൽ കുടുങ്ങിപ്പോകും. സംശയങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ സ്വന്തം ചിന്തിച്ചുകൊണ്ട്, നമ്മുടെ സ്വയം സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ട്, പ്രപഞ്ചത്തെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി അല്ലാഹു ഉണ്ട് എന്ന് മാത്രം വിശ്വസിച്ചാൽ മതിയോ? ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതിയോ? അതുപോലെ ഇത് മക്കയിലെ മുശ്രിക്കുകൾക്കും ഉണ്ടായിരുന്നത്. മക്കയിലെ മുശ്രിക്കുകളും എന്തോ അല്ലാഹുവിനെ സംബന്ധിച്ച് അവർ വിശ്വസിച്ചിട്ടുണ്ട്, അല്ലാഹു. അതുകൊണ്ട് അവര് തൽബിയത്തും അവരും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നമ്മുടെ തൽബിയത്തും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്തോ ആവട്ടെ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹു എന്നൊരു സങ്കല്പം മക്കയിലെ മുശ്രിക്കുകൾക്കും ഉണ്ടായിരുന്നു. അപ്പൊ അല്ലാഹു എന്നൊരു സങ്കല്പം മനസ്സിൽ കൊടുത്തത് കൊണ്ട് മാത്രം അല്ലാഹുവിനുള്ള വിശ്വാസം പൂർണ്ണമല്ല. പിന്നെന്ത് വിശ്വസിക്കണം? അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ അംബിയാ മുർസലുകൾ എങ്ങനെയാണോ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അങ്ങനെ വിശ്വസിക്കണം. സമ്പൂർണതയുടെ പൂർണ്ണതയുടെ എല്ലാ ഗുണവിശേഷണങ്ങളും ഒത്തിണങ്ങിയ ന്യൂനതകളുടെ ഒരു വിശേഷണവുമില്ലാത്ത പരിശുദ്ധമായ ദാത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുമ്പോൾ അല്ലാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല, കാണാൻ കഴിയും. ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ് അവസരമുണ്ടായതെങ്കിൽ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ലിഖാഹ് കൊണ്ട് ആസ്വദിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ അല്ലാഹുവിനെ കണ്ട് അല്ല നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നത്. പിന്നെ എങ്ങനെ വിശ്വസിക്കണം? എങ്ങനെയാണോ അല്ലാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത്, അല്ലാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണോ ആ ഗുണവിശേഷണങ്ങളൊക്കെ മനസ്സിലാക്കി വിശ്വസിക്കണം. അവൻ തുടക്കമില്ലാത്തവനാണ്, അവന് തുടക്കമില്ല. നമുക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അല്ലാഹുവിന് തുടക്കം ഇല്ല. കാരണം അവനെ ആരും സൃഷ്ടിച്ചതല്ല, അവൻ സ്വയം ഉള്ളവനാണ്, അവന് അവസാനമില്ല. സൃഷ്ടികളെ പോലെയേ അല്ല. അല്ലാഹു തആല സൃഷ്ടികളെ പോലെയേ അല്ല. അവരൊരു ഉറുപ്പക്കും ഉമ്മക്കും ജനിച്ചവരല്ല. അല്ലാഹുവിനിക്ക് മക്കളില്ല. മുശ്രിക്കുകളൊക്കെ പറഞ്ഞ പോലെ
മലക്കുകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ പെൺമക്കളാണെന്ന് പറഞ്ഞു. ഖുർആൻ പ്രത്യേകം പറഞ്ഞു, ഇത്തഖദർ റഹ്മാനു വലദ, അവര് അല്ലാഹുവിന് മക്കളുണ്ട് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു. അല്ലാഹു തആല പറയാ, അല്ല, മലക്കുകൾ അല്ലാഹുവിന്റെ ബഹുമാന്യരായ അടിമകളാണ്. അവന് മക്കളും അല്ലാഹുവിന് മക്കളില്ല. സൃഷ്ടികളെ പോലെ അല്ല. ഈ നിലക്ക് സമ്പൂർണതയുടെ എല്ലാ ഗുണവിശേഷണങ്ങളും ബോധ്യമങ്ങിയ, ന്യൂനതയുടെ ഒരു സിഫത്തും ഇല്ലാത്ത, ഗുണവിശേഷണങ്ങളും ഇല്ലാത്ത, ഒരു ന്യൂനതയും ഇല്ലാത്ത സർവശക്തനായ യജമാനനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ നിലക്ക് അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്ദേശം നമുക്ക് എത്തിച്ചു തരുന്നതിന് വേണ്ടി നിയോഗിച്ചവരാണ് അവന്റെ അമ്പിയാക്കൾ. ആ നബിമാരെ സംബന്ധിച്ച് വിശ്വസിക്കണം. നബിമാരെ സംബന്ധിച്ച് എന്താണ് വിശ്വസിക്കേണ്ടത്? അവർ അല്ലാഹുവിന്റെ അടിമകളാണ്. അവർക്ക് ദിവ്യത്വമോ ദൈവികതയോ ഒന്നും ഇല്ല. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ, യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് വിശ്വസിച്ചതുപോലെ ദൈവപുത്രൻ അങ്ങനെയൊന്നും അല്ല. അല്ലാഹുവിന്റെ അടിമകളാണ്. അംബിയ മുർസലുകൾ മുഴുവനും പുരുഷന്മാരാണ്. സ്ത്രീകളിൽ നബിമാരും ഉണ്ടായിട്ടില്ല. അവർക്കുണ്ടാകുന്ന 4 ഗുണവിശേഷണങ്ങൾ മഹാന്മാരെ പഠിപ്പിക്കുന്നു. അർസല അംബിയാ ലബി ഫദാന ബിസ്ദിഖി വത്തബ്ലീഗി വൽ അമാന. 4 ഗുണവിശേഷണങ്ങൾ അല്ലാഹുവിന്റെ അംബിയാക്കളിൽ മുർസലുകളിൽ നമ്മൾ വിശ്വസിക്കണം. ഒന്ന്, അവരെ ഫദാനത്ത്, കൂർമ്മ ബുദ്ധിയുള്ളവരാണ്. എക്കാലത്തും ആ സമൂഹത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവരായിരിക്കും നബിമാർ. അതുപോലെ രണ്ടാമത്തത് സ്വിദഖ്, എല്ലാ നബിമാരും സ്വാർത്ഥതകളാണ്, സത്യസന്ധത. അവരിൽ ഒരിക്കൽ പോലും കളവ് വരികയില്ല. ഒരു തവണയെങ്കിലും കളവ് പറഞ്ഞാൽ പിന്നെ അവർ പറയുന്ന എന്തിനും ആ കളവിനുള്ള സാധ്യത ജനങ്ങൾ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ കളവ് പറയുകയില്ല. മൂന്നാമത്തത് തബ്ലീഗ്. അല്ലാഹു തആല എത്തിച്ചു കൊടുത്ത കാര്യം എന്താണോ അത് മുഴുവനും ജനങ്ങളിലേക്ക് അവർ എത്തിക്കും. ജനങ്ങളിലേക്ക് പ്രബോധനത്തിന് അല്ലാഹു തആല ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവനും എത്തിച്ചവരാണ് അമ്പിയാക്കൾ. നാലാമത്തേതായി അമാനത്ത്, വിശ്വസ്തത. എല്ലാ അമ്പിയാക്കൾക്കും വിശ്വസിക്കണം. അവരിൽ ഒരിക്കലും തെറ്റ് സംഭവിക്കുകയില്ല. ചെറുദോഷം ഇല്ല, ഒരു വൻദോഷം ഇല്ല. അറിഞ്ഞോ അറിയാതെയോ, രഹസ്യമായോ പരസ്യമായോ മറന്നുകൊണ്ട് പോലും ഒരു ചെറുദോഷം പോലും നബിമാരിൽ നിന്ന് സംഭവിക്കുകയില്ല. ഇത് നമ്മൾ വിശ്വസിക്കണം. നബിമാരെ പറ്റി വിശ്വസിക്കുമ്പോൾ അറിയാതെ പോലും മറന്നുകൊണ്ടുപോലും നബിമാരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുകയില്ല. കാരണം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നബിമാരെ നിയോഗിക്കുന്നതിന്റെ യുക്തി തന്നെ നഷ്ടപ്പെട്ടു പോകുമല്ലോ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിർദ്ദേശിക്കുന്നത് മുർസലീങ്ങൾ കൊണ്ടുവന്നത് മുഴുവനും നിങ്ങൾ സ്വീകരിക്കണം. അവർ കൊണ്ടുവന്നതൊക്കെ സ്വീകരിക്കണം നമ്മളോട് പറയാം. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ ഇത്തിബാ ചെയ്യുക, എന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വല്ല നിലക്കും തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലാഹു തആല നമുക്ക് തെറ്റ് ഫോളോ ചെയ്യാനുള്ള അനുവാദം നൽകിയത് പോയാൽ അതുകൊണ്ട് തന്നെ ഇല്ല, അമ്പിയാക്കളിൽ നിന്നൊരിക്കലും തെറ്റുകൾ സംഭവിക്കുകയില്ല. ആ നിലക്ക് അമ്പിയാക്കളെ സംബന്ധിച്ച് നാം വിശ്വസിക്കണം. ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് അവസാനത്തെ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ 1,00,000-ൽ പരം അമ്പിയാക്കൾ അല്ലാഹു തആല അയച്ചിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയും 1,24,000 നബിമാരെന്നൊക്കെ. നബിമാരെ സംബന്ധിച്ച് എങ്ങനെ വിശ്വസിക്കണം? അല്ലാഹു തആല ലോകത്തെ അയച്ച മുഴുവൻ അമ്പിയാ റസൂലുകളെ കൊണ്ടും നമ്മൾ വിശ്വസിക്കുന്നു.
നുബുവത്ത് റിസാലത്ത് രണ്ട് അല്ലാഹു തആല നൽകുന്ന വലിയ ബഹുമാനമാണ്. നുബുവത്ത് റിസാലത്ത് അത് അല്ലാഹു തആല അവൻ തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രം നൽകുന്നതാണ്. ഒരാൾക്ക് ഇബാദത്ത് ചെയ്ത് വല്ലാതെ ഇബാദത്ത് ചെയ്ത് നേടിയെടുക്കാൻ പറ്റിയ സ്ഥാനമൊന്നുമല്ല. അത് അല്ലാഹു തആല പ്രത്യേകമായി അവൻ പരിഗണിച്ച അവൻ തിരഞ്ഞെടുത്തവർക്ക് മാത്രം അവൻ നൽകുന്ന ബഹുമാനമാണ്. റിസാലത്ത് ലഭിച്ചവർക്ക് നുബുവത്തുണ്ട്. നുബുവത്ത് ലഭിച്ച നബിമാരൊക്കെയും മുർസലാവണമെന്നില്ല. 1,24,000-ഓളം നബിമാരുണ്ട്. 1,24,000 നബിമാരെ കൊണ്ട് മാത്രം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. മഹാന്മാർ ചർച്ച ചെയ്തത് കാണാം. ഒരാൾ പറയാണ് 1,24,000 നബിമാരെ കൊണ്ട് മാത്രം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് പക്ഷെ അപകടമായിപ്പോ. കാരണം 1,24,000 എന്നുള്ളത് കൃത്യമായ കണക്കായിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ കുറച്ചേറെ ഉണ്ടെങ്കിലും അതുകൊണ്ട് വിശ്വസിക്കേണ്ടത് അല്ലാഹു തആല നിയോഗിച്ച അല്ലാഹു തആല അയച്ച മുഴുവൻ നബിമാരെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. മുഴുവൻ മുർസലീങ്ങളെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നബിമാരെക്കാൾ ഏറെ ബഹുമാനമുള്ളവരാണ് മുർസലുകൾ. അവർക്ക് റിസാലത്ത് എന്ന ബഹുമാനം കൂടി ലഭിച്ചവരാണ്. മുർസലീങ്ങളിൽ പ്രത്യേകം ബഹുമാനമുള്ള 5 പേരാണ് ഉലുൽ അസ്മ. സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 നബിമാർ അവരാണ് ഉലുൽ അസ്മ. അവർ വളരെ ബഹുമാനമാണ്. അവരിൽ ഏറ്റവും ബഹുമാനം എന്നല്ല, സർവ്വ സൃഷ്ടികളിലും ഏറ്റവും ബഹുമാനമുള്ളവരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനി മലക്കുകളെ സംബന്ധിച്ച് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഞാനിനി കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല, വളരെ ചെറിയ രൂപത്തിൽ ഒന്ന് പറഞ്ഞു പോവുകയാണ്. മലക്കുകൾ അല്ലാഹുവിന്റെ ബഹുമാനികളായ അടിമകളാണ്. നമ്മെപ്പോലെ അവർക്ക് തെറ്റ് എന്നുള്ളത് അവരുടെ ചിന്തയിൽ പോലും ഇല്ല. അവരോട് എന്താണ് അല്ലാഹു തആല കൽപ്പിച്ചത് അത് മാത്രമേ അവർ അനുഷ്ഠിക്കുകയുള്ളൂ. അവർ ആണല്ല, പെണ്ണല്ല, ഉറക്കമില്ല, ഭക്ഷണമില്ല, വിശ്രമമില്ല. അല്ലാഹു തആല എന്താണ് അവരോട് കൽപ്പിച്ചത് അത് അനുഷ്ഠിച്ചുകൊണ്ടേ. അവർക്ക് മാതാപിതാക്കളില്ല, മക്കളില്ല. അല്ലാഹുവിന്റെ ബഹുമാനികളായ പ്രത്യേകം അടിമകൾ. അല്ലാഹു തആല ഓരോ വിഭാഗം മലക്കുകൾക്കും പ്രത്യേകം ഡ്യൂട്ടികൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതവർ കൃത്യമായി നിർവഹിച്ചുകൊണ്ടേ. ആ മലക്കുകളിൽ ഏറ്റവും പ്രധാനിയാണ് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം. മലക്കുകളുടെ നേതാവാണ് ജിബ്രീൽ അലൈഹിസ്സലാം. പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അമ്പിയാക്കളിലേക്ക് വഹി എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ക്രിസ്ത്യാനികൾ അവരെ പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചാണ്. അതിനാണ് അവർക്ക് മൂന്നെണ്ണം ചേർന്ന ഒരു ദൈവമാണ്. ത്രിയേകത്വം, ട്രിനിറ്റി എന്നൊക്കെ അവർ പറയും. വളരെ ബുദ്ധിശൂന്യമായ വാദമാണ്. പരിശുദ്ധാത്മാവ്, ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രൻ. അള്ളാഹു എന്നൊരു സങ്കല്പം അവർക്കുണ്ട്. അതിന് പിതാവ് എന്നും പറയും. അപ്പൊ പിതാവും പരിശുദ്ധാത്മാവും പുത്രനൊക്കെ ചേർന്നുകൊണ്ടുള്ള മൂന്നും കൂടിയുള്ള ഒരു ഏകത്വം തെറ്റാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ദിവ്യത്വമില്ല, ദൈവികതയുടെ ഒരു ഗുണവിശേഷണവും ജിബ്രീൽ അലൈഹിസ്സലാമിനില്ല. അല്ലാഹു തആല കൽപ്പിച്ച കാര്യം കൃത്യമായി നിർവഹിക്കുന്ന മലക്കാണ്. മലക്കുകളുടെ നേതാവാണ് ജിബ്രീൽ അലൈഹിസ്സലാം. മലക്കുകളുടെ എണ്ണം എത്രയാ? വലാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ. മലക്കുകളുടെ എണ്ണം അല്ലാഹു അഅലം, നമുക്ക് കണക്കാക്കാനേ കഴിയുകയില്ല. മലക്കുകളുടെ എണ്ണം എത്ര എന്നുള്ളത് അല്ലാഹുവിനെ അല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. ആ മലക്കുകളിൽ 10 മലക്കുകൾ അവരെ പ്രത്യേകം പേരുകൊണ്ട് തന്നെ അവരെ മനസ്സിലാക്കാൻ നമുക്ക് നിർബന്ധം. തഫ്സീലു അശ്റിൻ മിൻഹു ജിബ്രീലു മികാലു ഇസ്റാഫീലു അസ്റാഈലു മുൻകർ നകീറുൻ വറഖീബുൻ വകദാ അതീദു മാലികു വറിദ്വാനുൽ ഖുദാ. ജിബ്രീൽ അലൈഹിസ്സലാം, അതുപോലെ തന്നെ മീകായിൽ അലൈഹിസ്സലാം മഴ, വെള്ളം, കടല്, ഇതുകൊണ്ടൊക്കെ അല്ലാഹു തആല റിസ്ഖ് കൊണ്ടൊക്കെ ഏൽപ്പിക്കും.
മീകായിൽ അലൈഹിസ്സലാം. അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല നിയോഗിച്ചവർ. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറത്ത് കാഹളത്തിൽ ഊതാൻ വേണ്ടി അല്ലാഹു തആല നിയോഗിച്ചവർ. മുൻകർ നക്കീർ അലൈഹിസ്സലാം നമ്മളെപ്പോഴും കേൾക്കുന്ന, ഒരുപാട് കേൾക്കുന്ന അല്ലേ, മറവ് ചെയ്യുമ്പോഴൊക്കെ തൽഖീനിൽ എപ്പോഴും കേൾക്കുന്ന പേരാണ് മുൻകർ നക്കീർ അലൈഹിസ്സലാം. ഖബറിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല നിയോഗിച്ചവർ. അതുപോലെ റഖീബ് അതീദ്, നന്മയും തിന്മയും രേഖപ്പെടുത്താൻ വേണ്ടി അല്ലാഹു തആല നിയോഗിച്ചവർ. മാലിക് അലൈഹിസ്സലാം നരകം കാക്കാൻ വേണ്ടി അല്ലാഹു തആല നിയോഗിച്ചവർ. റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗ്ഗം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവർ. ഇത് പ്രത്യേകം പേരുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് നിർബന്ധമാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ മലക്കുകൾ അവരിൽ തെറ്റ് സംഭവിക്കുകയേ ഇല്ല എന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മലക്കുകളുടെ നേതാവായിരുന്നല്ലോ, അപ്പൊ തെറ്റ് സംഭവിച്ചില്ലേ? തെറ്റ് സംഭവിച്ചു എന്ന് മാത്രമല്ല, ലോകത്ത് ഏറ്റവും ഫിത്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇബ്ലീസല്ലേ. അതിന് ഇബ്ലീസ് മലക്കിൽപ്പെട്ടവരല്ല. ഇബ്ലീസ് യഥാർത്ഥത്തിൽ കാന മിനൽ ജിന്ന്, പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു, ഇബ്ലീസ് ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ്. പിന്നെ മലക്കുകളുടെ നേതാവായതുകൊണ്ടാണ് ഇബ്ലീസിന്റെ വലിയ ഇബാദത്ത് കൊണ്ട് അല്ലാഹു തആല മലക്കുകൾക്ക് നേതാവാക്കിയതാണ്. അതിന് നമുക്ക് പാഠമുണ്ട്. അങ്ങനെ നേതാവാക്കി അതേ വിഭാഗത്തെ ഇബ്ലീസിനെ അല്ലാഹു തആല ഏറ്റവും അധപ്പതിച്ച മാർഗത്തിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. എന്താണ് അതിന് കാരണം ഉണ്ടായത്? ഇബാദത്ത് കുറഞ്ഞത് കൊണ്ടല്ല, വലിയ ഇബാദത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു തആല ബഹുമാനിച്ചതിന് ബഹുമാനിക്കാൻ തയ്യാറായില്ല. അല്ലാഹു തആല ബഹുമാനിച്ചതിന് ബഹുമാനിക്കണം, ആദരിച്ചതിന് ആദരിക്കണം. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് വിട്ടുനിന്നു. ഫസജദൂ, മലക്കുകൾ മുഴുവനും സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ്. ഇബ്ലീസ് പറഞ്ഞു, ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. ആദമിനെ പടച്ചത് മണ്ണിൽ നിന്ന്, എന്നെ പടച്ചത് തീയിൽ നിന്നാണല്ലോ. അപ്പൊ അത് അറിയിക്കുന്നുണ്ട്, എന്നെ പടച്ചത് തീയിൽ നിന്നാണ് അല്ലേ. മലക്കുകളെ പടച്ചത് പ്രകാശത്തിൽ നിന്ന്, ജിന്നുകളെ പടച്ചത് തീയിൽ നിന്ന്. അപ്പൊ എന്നെ പടച്ചത് തീയിൽ നിന്നല്ലേ, അപ്പൊ തീക്കല്ലേ മണ്ണിനേക്കാൾ ബഹുമാനം, അതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യില്ല എന്ന് അഹങ്കരിച്ചു. ആ അഹങ്കരിച്ചതിന്റെ പേരിൽ അല്ലാഹു തആല ആ വലിയ ബഹുമാനം അങ്ങനെ തന്നെ എടുത്തു കളഞ്ഞു. ഖിയാമത്ത് നാൾ വരെ മുഅ്മിനീങ്ങൾ മുഴുവനും ലഅനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ദുഷിച്ചവരായി മാറിപ്പോയി. അപ്പൊ ഇബാദത്തൊന്നുമല്ല, രക്ഷപ്പെടാൻ വേണ്ടത് അദബാണ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ്. ഖൽബാണ് നന്നാവേണ്ടത്. ഇതിലൊക്കെ അറിയിക്കുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. മറ്റൊന്ന് കിതാബിലുള്ള വിശ്വാസമാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം പറഞ്ഞു, അമ്പിയാക്കളിലുള്ള വിശ്വാസം പറഞ്ഞു, മലക്കുകളിലുള്ള വിശ്വാസം, മറ്റൊന്ന് കിതാബുകളിലുള്ള വിശ്വാസം. 104 കിതാബുകൾ. 4 കിതാബ് പ്രത്യേകം പേരെടുത്ത് നമ്മൾ മനസ്സിലാക്കണം. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, അൽ ഫുർഖാൻ, പരിശുദ്ധ ഖുർആൻ. ഇതൊക്കെ ആർക്കാണ് അല്ലാഹു തആല നൽകിയത്? അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. എങ്കിലും തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാം, സബൂർ ദാവൂദ് നബി അലൈഹിസ്സലാം, ഇഞ്ചീൽ ഈസാ നബി അലൈഹിസ്സലാം, ഫുർഖാൻ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിനു പുറമെ 100 ഏടുകളും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. 10 ഏട് ആദം നബി അലൈഹിസ്സലാം, ഷീസ് നബി അലൈഹിസ്സലാമിന്, ചെറിയ മക്കൾക്കൊക്കെ അറിയും, ഷീസ് നബി അലൈഹിസ്സലാമിന് 50 ഏട്, ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് 30 ഏട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സുഹഫ് ഇബ്രാഹിം വ മൂസ, എന്നൊക്കെ എപ്പോഴും നമ്മൾ സൂറത്തുൽ അഅലയിൽ കേൾക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 10 ഏട്. ഇങ്ങനെ 100 ഏടുകളും 4 കിതാബുകളുമാണ്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ഈ 104 ഏടുകളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമെന്നാണ് എന്നതിന് ഉദ്ദേശം ഇല്ല. വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ മാത്രം. മറ്റ് കിതാബുകളൊക്കെ അല്ലാഹുവിന്റെ കലാമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കണം. പരിശുദ്ധ ഖുർആൻ അല്ലാത്തത് മുഴുവനും കൈകടത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന്
ഇത് ഇഞ്ചീലാണ്, തൗറാത്താണ്, സബൂറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിതാബ് കൊണ്ടുവന്നാൽ അത് അന്നരക്ക് മനസ്സിലാക്കൽ നമുക്ക് വേണ്ടതില്ല. എല്ലാം കൈകടത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. അത് ഖിയാമത്ത് നാൾ വരെയും ഒരു നിലക്കുള്ള കൈകടത്തലുകൾക്കും വിധേയമാവാതെ ബാക്കിയാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. പരിശുദ്ധ ഖുർആനിനെ ഖിയാമത്ത് നാൾ വരെ ഒരു പോറലും ഏൽക്കാതെ അല്ലാഹു തആല സൂക്ഷിക്കും. ഇത് അല്ലാഹു തആല ഏറ്റെടുത്തതാണ്. അതുകൊണ്ടല്ലേ നമ്മൾ കാണുന്നത് കുറെ കുഞ്ഞു മക്കളൊക്കെ ഖുർആൻ നന്നായി ഹിഫ്ള് ചെയ്തു കഴിഞ്ഞിരിക്കുക. ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകൾ ഖുർആനിനെ നെഞ്ചിലേറ്റി കഴിയുകയാണ്. ഒരു വേള നമ്മൊന്ന് ആലോചിച്ച് നോക്കുക. ലോകത്തുള്ള പരിശുദ്ധ ഖുർആൻ മുഴുവനും കത്തി നശിപ്പിക്കാൻ ഇവിടെ തീരുമാനിക്കപ്പെടുകയും നശിപ്പിക്കുകയും ചെയ്താൽ, നമ്മുടെ ആപ്പുകളിലുള്ള ഖുർആൻ മുഴുവനും നശിപ്പിക്കപ്പെടുകയും ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ പുതിയ പരിശുദ്ധ ഖുർആൻ അതേ തനതായ ഒരു ഹർഫ്, ഒരു ഹർക്കത്ത് മാറ്റമില്ലാതെ പ്രിന്റ് ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് മുസ്ലിമീങ്ങളുടെ പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. കാരണം ഖുർആന്റെ കോപ്പികൾ വേണമെങ്കിൽ നമുക്ക് കത്തിനശിപ്പിക്കാം. ഹൃദയത്തിലുള്ള ഖുർആൻ ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ പരിശുദ്ധ ഖുർആനിനെ നെഞ്ചിലേറ്റി കഴിഞ്ഞു പോകുന്നുണ്ട്. ഇത് അവകാശപ്പെടാൻ പരിശുദ്ധ ഖുർആനിന്റെ ആളുകൾക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ബൈബിൾ ഹിഫ്ളാക്കുന്നവിടെ നമ്മൾ കേട്ടിട്ടില്ല. മറ്റേതെങ്കിലും വേദഗ്രന്ഥങ്ങൾ പോട്ടെ, ഏതെങ്കിലും മറ്റു വല്ല ഗ്രന്ഥങ്ങളും ഒരു ഹർഫ് തെറ്റാതെ ഹിഫ്ള് ചെയ്യുന്നവർ, മനഃപ്പാഠമാക്കുന്നവർ ലോകത്തെ ഒഴിയും ഇല്ല. ഇത് അല്ലാഹു ഏറ്റെടുത്തതാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. കാലങ്ങൾ കഴിഞ്ഞിട്ടും 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു ഹർഫ് പോലും വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ലോകത്തെല്ലായിടത്തും പരിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ മറ്റൊന്ന് അല്ലാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം. നന്മയും തിന്മയും ഉപകാരവും ഉപദ്രവവും എല്ലാം അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. അവന്റെ വിശ്വാസം അവനനുഭവിക്കുന്ന ഗുണങ്ങളും പ്രയാസങ്ങളും എല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാകുന്നു. ഈ വിശ്വാസം ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ അടിയുറച്ചു വേണം. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത്. അവർക്ക് വല്ല മുസീബത്തും എത്തിയാൽ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വല്ല മുസീബത്തും അവർക്ക് എത്തിപ്പെട്ടാൽ അവർ പറയും ഇതൊക്കെ അല്ലാഹുവിൽ നിന്നുള്ളതാകുന്നു. നമുക്ക് ലഭിക്കുന്ന നിഅമത്തുകൾ മുഴുവനും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാകുന്നു. ഇതൊക്കെ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാണ്. നല്ലത് ലഭിക്കുമ്പോൾ അതും അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. വിഷമങ്ങളും പ്രയാസങ്ങളും ഏൽക്കുമ്പോൾ അതും അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളാണ്. എല്ലാം അല്ലാഹുവിൽ നിന്നാണ്. ഇനി മറ്റൊന്ന് പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസമാണ്. പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ട കാര്യം, പക്ഷെ ഞാൻ ഒറ്റ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മരണത്തോടുകൂടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. മരണം എന്ന് പറയുമ്പോൾ അത് കേവലം നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നു എന്ന് മാത്രം പരിപൂർണമായി നശിച്ചു പോകുന്നില്ല. അന്ത്യനാൾ വരെ നമ്മുടെ ആത്മാവ് നശിക്കുന്നില്ല. ആത്മാവ് നശിക്കാതെ ബാക്കിയാക്കി. നല്ലവരുടെ ആത്മാക്കളാണെങ്കിൽ അല്ലാഹുവിന്റെ നിഅമത്ത് ആസ്വദിച്ചുകൊണ്ട് ബാക്കിയാണ്. മോശമാണെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേ ബാക്കിയാണ്. ശരീരത്തെ അവർ നശിച്ചു പോയിട്ടുണ്ടാകും, പക്ഷെ ആത്മാവ് നശിച്ചു പോവുകയില്ല. സ്വർഗവും നരകവും അത് അല്ലാഹു തആലയോട് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സ്വർഗത്തിൽ കടന്നുകൊണ്ട് ഗുണമാസ്വദിക്കുക, നരകത്തിൽ കടന്നുകൊണ്ട് അല്ലാഹുവിന്റെ അദാബ് അനുഭവിക്കുക എന്നുള്ളത് അന്ത്യനാളിൽ മാത്രമാണ് സംഭവിക്കുന്നത്. അതിനു മുമ്പും അല്ലാഹുവിന്റെ നിഅമത്ത് ആസ്വദിക്കുക ഉണ്ട്, അദാബ് അനുഭവിക്കലും ഉണ്ട്. മരണം കഴിഞ്ഞാൽ പിന്നീട് ബർസഖിയായ ജീവിതം, പുനർജന്മം വരെയുള്ള കാലം ബർസഖിയായ ലോകം. അവിടെ നമ്മോട്ട് പുനർജന്മമുണ്ട്. അത് കഴിഞ്ഞാൽ യൗമുൽ ആഖിർ, അന്ത്യനാൾ, മഹ്ശറയും അല്ലാഹുവിന്റെ ഹിസാബും
നന്മതിന്മകൾ തൂക്കുന്ന മീസാനും അതൊക്കെ തുലനം ചെയ്യപ്പെടുന്ന കാര്യവും ഹൗദും സിറാത്തും സ്വർഗവും നരകവും ഇതെല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കണം. ഈ നിലക്ക് വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഈമാൻ സമ്പൂർണ്ണമാവുകയുള്ളൂ. നമ്മുടെ വിശ്വാസകാര്യത്തിന്റെ പ്രധാനമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാം അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനെ സംബന്ധിച്ച് നബിയെ അവിടുന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തതാണ് അൻ തുഅ്മിന ബില്ലാഹി وملائكته وكتبه ورسله واليوم الآخر والقدر خيره وشره من الله تعالى. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം, കിതാബുകളെ കൊണ്ട് വിശ്വസിക്കണം, അംബിയാ മുർസലുകളെ കൊണ്ട് വിശ്വസിക്കണം, അന്ത്യദിനത്തെ സംബന്ധിച്ച് വിശ്വസിക്കണം. ഖൈറും ശർറും എല്ലാം അല്ലാഹുവിൽ നിന്നാണ്, അല്ലാഹുവിന്റെ ഖദർ ഖദാ അനുസരിച്ചാണ്. ഇതും വിശ്വസിക്കണം. ഇതാണ് നമ്മുടെ വിശ്വാസ കാര്യങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങൾ. ഇത് വിശ്വസിക്കുമ്പോൾ മാത്രമേ ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകുക. ഈ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ഈ വിശ്വാസത്തോടൊപ്പം നമ്മുടെ കർമ്മവും രൂപപ്പെടണം. അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മങ്ങളൊക്കെ അതിന്റെ യഥാവിധി അനുഷ്ഠിക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഇഹ്സാൻ, ആത്മശുദ്ധീകരണം. ഇഹ്സാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നു എന്ന അനുഭവത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അല്ലാഹുവിനെ കാണുന്ന പ്രതീതിയിൽ നമ്മൾ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ ഇബാദത്തുകൾ ചെയ്യുക. ഇത് മുശാഹദയുടെ വലിയ വാർത്തയാണ്. ഇനി അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, അതിന്റെ രണ്ടാം പടി അല്ലാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും അല്ലാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യാഥാർത്ഥ്യമാണ്. ഈ ബോധത്തോടുകൂടി ഇബാദത്തുകൾ നിർവഹിക്കുക. ഇങ്ങനെ നിർവഹിക്കാൻ കഴിയുന്ന സ്റ്റേജ് തസവ്വുഫ്. ഇത് മൂന്നും ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടുമ്പോഴാണ് അവൻ യഥാർത്ഥമായ പരിപൂർണമായ വിശ്വാസിയായി മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് പരിപൂർണമായ വിശ്വാസവും കർമ്മവും എല്ലാം സമ്പൂർണമായി പൂർത്തീകരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ ഇന്ന് മഗ്‌രിബോടുകൂടെ മൂന്നാമത്തെ പത്ത് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന വളരെ പരിശുദ്ധമായ രാവുകളാണ് നമുക്ക് ഇന്ന് രാത്രി മുതൽ കടന്നു വരുന്നത്. പ്രത്യേകം നമ്മളതൊക്കെ ശ്രദ്ധിക്കണം, ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീകൾ നമുക്ക് അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. പരമാവധി അതിന്റെ ഹഖ് പോലെ ഉപയോഗപ്പെടുത്താൻ നമുക്കും നമ്മുടെ അഖിലകാർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതുപോലെ ഇനിയും ഒരുപാട് വിശുദ്ധ റമദാനുകളെയും പരിശുദ്ധമായ ദിനരാത്രികളെയും സ്വീകരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضلك صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.